राधे गोविंद जय जय राधे गोपाल राधे गोविंद जय जय राधे गोपाल दीननाथ गोविंद अनाथनाथ गोपाल दीननाथ गोविंद अनाथनाथ गोपाल जय राधे गोविंद जय जय राधे गोपाल राधे गोविंद जय जय राधे गोपाल राधा लोला गोविंद रासविलोला गोपाल राधा लोला गोविंद रासविलोला गोपाल गोविंद जय गोविंद गोपाल जय गोपाल गोविंद जय गोपाल गोपाल गोविंद जय गोविंद गोपाल जय गोपाल गोविंद जय गोविंद गोपाल जय गोपाल राधे गोविंद जय जय राधे गोपाल राधे गोविंद जय जय राधे गोपाल भक्तवत्सला गोविंद भागवत प्रिय गोपाल भक्तवत्सला गोविंद भागवत प्रिय गोपाल गोविंद जय गोविंद गोपाल जय गोपाल गोविंद जय गोविंद गोपाल जय गोपाल राधे गोविंद जय जय राधे गोपाल राधे गोविंद जय जय राधे गोपाल सर्वत्र गोविंद नाम संकीर्तनम गोविंद जय बोल सद्गुरु महाराज की जय. സ്വയംഭവം സ്വാരോചിഷം ഉത്തമം മൂന്ന് മന്വന്തരത്തിൻ്റെ കഥ കേട്ടു. താമസ മന്വന്തരം കൂടി കേട്ടു. താമസ മന്വന്തരത്തിലാണ് ഗജേന്ദ്രമോക്ഷം. പിന്നെ അഞ്ചാമത്തെ മന്വന്തരമാണ് ത്രൈവതം എന്ന പേരുള്ള മന്വന്തരം. ഇതിൽ വികുണ്ഠൻ ശുഭ്ര ദമ്പതിമാർക്ക് ഭഗവാൻ വൈകുണ്ഠൻ എന്ന പേരിൽ അവതരിച്ച് തൻ്റെ ഭാര്യ രമാദേവിക്ക് വേണ്ടി വൈകുണ്ഠലോകം ചെയ്തു. വൈകുണ്ഠ കൽപ്പിതോയേന ലോകോ ലോക നമസ്കൃത. നമ്മളൊക്കെ ഭാര്യ പറഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കി തരും. ഭഗവാൻ തൻ്റെ ശക്തിക്ക് ഒരു ലോകം തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതാണ് വൈകുണ്ഠ ലോകം. വികുണ്ഠൻ ഉണ്ടാക്കിയത് കൊണ്ട്. പക്ഷേ നമ്മൾ ഇത് ലീലാ വൈകുണ്ഠം എന്നാണ് മഹാത്മാക്കൾ പറയും. ഈ കോപതാപ ശാപങ്ങളൊക്കെ ഒറിജിനൽ വൈകുണ്ഠത്തിൽ പറ്റില്ല. ഇല്ലാത്തവർക്ക് മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഈ സനകാദികളുടെ ശാപം ഇതൊക്കെ ഈ ലീലാവൈകുണ്ഠത്തിൽ നടന്നതാണ്. പിന്നെ ആറാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ തത്രാഭിദേവ സംഭൂത്യാം വൈരാജസ്യ ഭവത്സുതഃ. വൈരാജൻ സംഭൂതി ദമ്പതിമാർക്ക് അജിതൻ എന്ന പേരിൽ അവതരിച്ചു. ഈ ഭഗവാൻ കൂർമ്മരൂപം സ്വീകരിച്ച് ദേവന്മാർക്ക് പാലാഴി മഥന ചെയ്യുമ്പോൾ സഹായിച്ചു പറഞ്ഞപ്പോഴാണ് പരീക്ഷിത്ത് ചോദിക്കുന്നു, യഥാ ഭഗവത ബ്രഹ്മൻ മഥിതഃ ക്ഷീരസാഗര. എന്തുകൊണ്ട് ഭഗവാൻ പാലാഴി മഥനം ചെയ്തു ചോദിച്ചപ്പോഴാണ് പാലാഴി മഥന കഥ ഇവിടെ വിസ്തരിക്കുന്നു. പണ്ട് ഒരിക്കൽ ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് കയറി അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷമായിട്ട് ഇങ്ങനെ പുറത്ത് വരുന്ന സമയത്താണ്, ഘോഷയാത്രയായി വരുന്ന സമയത്ത് ദുർവാസ മഹർഷി ഒരു സുവർണ താമരമാല കൊടുത്തു. മഹാലക്ഷ്മി പ്രസാദമായ മാലയാണ്. ആ താമരമാല കിട്ടിയപ്പോൾ മഹാത്മാക്കൾ കൊടുക്കുമ്പോൾ അത് ശ്രദ്ധയോട് സ്വീകരിക്കേണ്ടേ. ഇടത്തെ കൈ കൊണ്ട് സ്വീകരിച്ച് അത് ആണയുടെ പുറത്ത് വച്ചു. ആ സുവർണത്താമരയിൽ നല്ല മണം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് സുവർണത്താമര കാശ് കൊണ്ട് ഉണ്ടാക്കാം, മണം ഉണ്ടാക്കാൻ പറ്റില്ല. ഗജേന്ദ്രൻ കൊടുത്ത താമരയിൽ സുവർണത്താമരയായിരുന്നു. മാത്രമില്ല, അത് ഹേമ അരവിന്ദ ഉത്പല രേണുവാസിതം. അതിൽ സുഗന്ധം കൂടി ഉണ്ടായിരുന്നു. കാരണം അത് ദേവലോക താമരയാണ്. ആ താമരയുടെ മണം തട്ടിയപ്പോൾ വണ്ടുകളൊക്കെ വരാൻ തുടങ്ങി. അത് ആനയ്ക്ക് ശല്യമായി. ഉടനെ കാലിലിട്ട് അത് ചൂർണയാമാസ, അത് പൊടിയാക്കി. ഇത് കണ്ടപ്പോഴാണ് ദേഷ്യബന്ധു ദുർവാസ മഹർഷിക്ക് ശാപം കൊടുത്തു. മഹാലക്ഷ്മി പ്രസാദം അവമാനിച്ചതുകൊണ്ട്
നിനക്ക് ലക്ഷ്മീ കടാക്ഷം ഇല്ലാതാവട്ടെ എന്ന ശാപം കൊടുത്തു. ശാപം കിട്ടിയപ്പോൾ പിന്നെ ദേവന്മാർക്ക് ജര ബാധിച്ചു. കാരണം എല്ലാം ലക്ഷ്മി കടാക്ഷമല്ലേ. ധൈര്യലക്ഷ്മി, വീര്യലക്ഷ്മി, ശൗര്യലക്ഷ്മി, സന്താനലക്ഷ്മി. ലക്ഷ്മി വേണ്ടാത്ത ആൾക്കാരല്ലേ. ജ്ഞാനികൾക്ക് പോലും മോക്ഷലക്ഷ്മി വേണ്ടതാണ്. അപ്പോൾ ദേവന്മാർക്കൊക്കെ ജര ബാധിച്ചു. ഇന്ദ്രൻ, വരുണൻ എല്ലാവരും മുത്തശ്ശനായി. എല്ലാവർക്കും താടി നരച്ചു വടികുത്തി നടക്കുന്നു. മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് 4-5 മുത്തശ്ശിമാർ. ആരാണ് നോക്കുമ്പോൾ ഊർവശി മുത്തശ്ശി, രംഭ മുത്തശ്ശി, എല്ലാവരും ഇങ്ങനായി. അപ്പോൾ ദേവന്മാർക്ക് ബ്രഹ്മാവോട് സങ്കടം പറഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ബ്രഹ്മാവ് പാലാഴിയിൽ തീരത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഈ പാലാഴിയിൽ കുറച്ച് മൂലികച്ചെടികളൊക്കെ ഇട്ടോളൂ. ക്ഷിപ്വാ ക്ഷീരോദധൗ സർവ വീരുതൃണ ലതൗഷധീഹി. പിന്നെ മൂലികച്ചെടി കൂടുതലുള്ള മന്ത്രമല അത് കടകോലാക്കിയിട്ട്, പിന്നെ വാസുകിൻ്റെ പെരുമ്പാമ്പിനെ അതിനെ ചുറ്റി, ശക്തിയില്ലാത്ത നിങ്ങൾ ശക്തന്മാരായ അസുരന്മാരെയും കൂട്ടുപിടിച്ച് ഈ പാലാഴി മഥനം ചെയ്താൽ അതിൽ നിന്നും അമൃതം എന്ന ഒരു ടാണിക്ക് കിട്ടും. ആ അമൃത് കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടാവും, ദേവന്മാരോട് യുദ്ധം ചെയ്യാനുള്ള നല്ല ശക്തി ഉണ്ടാവും. അപ്പോൾ ഒരു ദേവൻ ചോദിച്ചു, എത്ര ശക്തി കിട്ടും? ദേവന്മാരെ അങ്ങോട്ട് തള്ളാൻ ശക്തി കിട്ടുമോ സംശയം, എന്നാൽ അവർ കൊടുക്കുന്ന അടി വാങ്ങാനുള്ള എന്തായാലും ശക്തി കിട്ടും പറഞ്ഞു. ശരി പറഞ്ഞ് ദേവന്മാരൊക്കെ അസുരന്മാരോട് ഒരു സന്ധി ചെയ്ത്, അപ്പോൾ ബലിചക്രവർത്തിയാണ് അസുരന്മാരുടെ രാജാവായിരുന്നു, അവരും കൂട്ടുചേർന്നു. എല്ലാവരും മന്ത്രമല എടുത്ത് വരുമ്പോൾ എല്ലാവരും അഹങ്കരിച്ചു, ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മല നടക്കുന്നു. കാരണം ദേവന്മാർ കുറച്ച് കൂടുതലാണ്, അസുരന്മാർ കമ്മിയാണ്. അപ്പോൾ ദേവന്മാർ വിചാരിക്കുന്നു ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മല വരുന്നു. അസുരന്മാർ വിചാരിച്ചു ഈ ദേവന്മാർ ഇത്ര ആളുകൾ കൂടുതൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ലേ, എല്ലാവരും തൈര് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളൊക്കെ വേണ്ടത് എല്ലാം കഴിച്ച് നല്ല ബലമുള്ള ആൾക്കാരാണ്, അപ്പോൾ ഞങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മല വരുന്നു എന്ന് അസുരന്മാർ അഹങ്കരിച്ചു. അപ്പോൾ എന്തായി, മല നാം ഭഗവാനുക്ക് വേണ്ടിയാണ് ഞാൻ വരുന്നു, എൻ്റെ ബലം കാണിച്ചു തരാൻ പറഞ്ഞ് മല ഇടയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തായി, മലയുടെ അടിയിൽപ്പെട്ട ദേവന്മാരും അസുരന്മാരും ചതഞ്ഞു പോയി. പിന്നെ കുറച്ച് രക്ഷപ്പെട്ട ദേവകളൊക്കെ ഭഗവാനെ വിളിച്ചു, ഭഗവാനെ രക്ഷിക്കണേന്ന്. അപ്പോൾ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി വന്നു, ആ മലയെടുത്ത് ഗരുഡൻ്റെ പുറത്ത് വച്ചു, മരിച്ചുപോയ ദേവന്മാരെ ജീവിപ്പിച്ചു. ഈക്ഷയാ ജീവയാമാസ നിർജ്ജരാൻ നിർവ്രണാന്യഥാ. അപ്പോൾ അമൃതം എവിടെയെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ. അമൃതം എവിടെ? ഗുരുവായൂരപ്പൻ്റെ നോട്ടത്തിലാണ്. ഒരു നോട്ടം കിട്ടിയാൽ ജീവിപ്പിച്ചില്ലേ. അപ്പോഴും മനസ്സിലാവാതെ പുറകിൽ ഓടി വരണം. ഇവിടെയാണ് ഗരുഡൻ്റെ ബലം മനസ്സിലാക്കണം. ദേവന്മാർക്കും അസുരന്മാർക്കും എടുക്കാൻ പറ്റാതെ മലയും എടുക്കുന്നു, പിന്നെ മലയെടുക്കുന്ന ഭഗവാനെ എടുത്ത് പറക്കുന്നു ഗരുഡൻ. ഗരുഡൻ്റെ ബലം എന്താണ്? വിനയമാണ് ബലം. അഹങ്കരിച്ചാൽ നമ്മൾ നശിക്കും. വിനയമുണ്ടെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വീശുമ്പോൾ വലിയ ആൾത്തറ പോലെ വീഴും, പക്ഷേ പുല്ല് വീഴാറില്ല. എന്താ കാരണം? കാറ്റ് വീശുന്ന സമയത്ത് നമസ്കരിച്ചു തല കോണിച്ച് ഇങ്ങനെ വിനയത്തോടിരുന്നാൽ രക്ഷപ്പെടാം എന്നാണ് കാണിക്കുന്നത്. പിന്നെ ആ മല പാലാഴിയിൽ ഇട്ടു ഭഗവാൻ. പിന്നെ ഗരുഡനോട് പറഞ്ഞു, ഒരു ആഴ്ച നിനക്ക് അവധി തരാൻ പോയിക്കോളൂ, വീട്ടിൽ പോയി സുഖമായിട്ടിരുന്ന് പിന്നെ വന്നോളൂ. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, ഞാൻ പാലാഴി മഥനം കണ്ടോട്ടെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ പാലാഴി മഥനം നടക്കില്ലേ. എന്താ കാരണം? ഗരുഡൻ ഉണ്ടെങ്കിൽ വാസുകി വരില്ലേ. അപ്പോൾ വാസുകി വരണമെങ്കിൽ ഗരുഡനെ പുറത്താക്കണം. അതുകൊണ്ട് ഹരിനാസ വിസർജിത അങ്ങനെ ഗരുഡനെ പറഞ്ഞു വിട്ടു. പിന്നെ വാസുകിയെ വിളിച്ചപ്പോൾ ആദ്യം വാസുകി വരില്ലേ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വെറുതെ വിളിച്ചാൽ ഒരാൾ വരാറില്ല, സംതിങ് കൊടുത്താലേ കാര്യം നടക്കുള്ളൂ. അത് അന്ന് തുടങ്ങിയതാണ് ഭഗവാൻ, ഇന്ന് വരെ നമ്മൾ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഗരുഡൻ ആ വാസുകിക്ക് കുറച്ച് അമൃതം തരാൻ പറഞ്ഞപ്പോൾ വാസുകിയും വന്നു. ആ വാസുകിയെ ആ മന്ത്രമളിയിൽ ചുറ്റി ഒരു വശം ദേവന്മാരും ഒരു വശം അസുരന്മാരും ഇങ്ങനെ കളയാൻ പുറപ്പെട്ട സമയത്താണ് മഹാഗണപതിയെ പൂജിച്ചിട്ടില്ല. ഏത് കാര്യം ചെയ്യും തുടങ്ങും മുമ്പ് ഗണപതി പൂജ വേണം. അതുകൊണ്ട് എന്താ, ഈ ഗണപതിയെ പൂജിക്കാതെ ദോഷം കൊണ്ടും മല വെള്ളത്തിൻ്റെ അടിയിൽ ആണ്ടുപോയി. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വര ദുരന്തവീര്യോ വിതഥാഭിസന്ധി കൃത്വാ വപുഃ കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. വെള്ളത്തിൻ്റെ അടിയിൽ
മന്ത്രപദ പോയപ്പോൾ ദേവന്മാർക്ക് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ കുറുമരൂപം, ഒരു ആമയുടെ രൂപം സ്വീകരിച്ച് വെള്ളത്തിൻ്റെ അടിയിൽ ചെന്ന് മഹാഗണപതിയോട് പറഞ്ഞു, പിന്നെ നിനക്ക് മോദകമൊക്കെ തരാം, ഇപ്പം മല തന്നോളൂ പറഞ്ഞ് ആ മഹാഗണപതിയെ സമാധാനം ചെയ്ത് മല ഉയർത്തി കൊണ്ടുവന്നു. എന്നാലും മല ഇപ്പുറം ചരിയുന്നുണ്ട്. കാരണം ഫ്ലാറ്റായിട്ടില്ല കൂർമ്മത്തിൻ്റെ പൃഷ്ഠഭാഗം. അപ്പം മുകളിൽ ഒരു 1000 കൈ കൊണ്ട് ഭഗവാൻ പിടിച്ച് തിരുകുന്നു. ഉപരി യഗേന്ദ്രം ഗിരിരാടിവാന്യ, മുകളിൽ ഒരു രൂപം, പിന്നെ താഴെ ഒരു രൂപം, ഇടയിൽ വേറെ രൂപം, അങ്ങനെ 3 ഡബിൾ ആക്ട് ട്രിപ്പിൾ ആക്ടൊക്കെ ഭഗവാൻ അന്ന് തുടങ്ങിയതാണ്. അങ്ങനെ 3 രൂപം സ്വീകരിച്ച് പാലാഴിവധനം ചെയ്യുമ്പോൾ അമൃതം വരം വിചാരിക്കുമ്പോഴാണ് ആദ്യം വിഷം വന്നു. കാരണം സത്കാര്യം എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകും. അത് നമുക്ക് ഭഗവാൻ ചെയ്യുന്ന പരീക്ഷയാണ്, ടെസ്റ്റാണ്. ടെസ്റ്റ് പാസ് ചെയ്താൽ പിന്നെ നമുക്ക് ഫലം കിട്ടും. അങ്ങനെ വിഷം വന്നപ്പോൾ ദേവന്മാരും അസുരന്മാരും ഓടി നേരെ കൈലാസത്തിൽ പോയി മഹാദേവനെ പ്രാർത്ഥിച്ചു. ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിന ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ്വിഷാത്. മഹാദേവാർ വിളിച്ചപ്പോൾ മഹാദേവൻ ദേവന്മാരെയും അസുരന്മാരെയും സമാധാനം ചെയ്ത് ആ വിഷം കയ്യിൽ വാങ്ങി. പിന്നെ പാർവതിയോട് ചോദിച്ചു, പാർവതി, ഈ ദേവന്മാർക്കും അസുരന്മാർക്കും ഈ വിഷം സഹിക്കാൻ പറ്റുന്നില്ലേ? ഈ വിഷം ഞാൻ കഴിച്ചോട്ടെ. കാരണം ശക്തി ഉള്ളവർ ശക്തി ഇല്ലാത്തവർക്ക് സഹായിക്കണം. ഇപ്പോൾ പണം ഇല്ലാത്തവർക്ക് പണം ഉള്ളവർ സഹായിക്കണം. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം ഉള്ളവർ സഹായിക്കണം. ശാരീരിക ബലമില്ലാതെ പ്രായമായവർക്ക് ചെറുപ്പക്കാർ സഹായിക്കണം. ഇത് തന്നെയാണ് ഭഗവാന്റെ പൂജ. ഓരോ ആൾക്കും ഒരു സഹായം ചെയ്യാതെ പൂ മാത്രം നിറച്ച് വാങ്ങി വെച്ച് കൃഷ്ണായ നമഃ കമലാനാഥായ നമഃ അർച്ചന ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന് സഹായിക്കണം. പറ്റാത്ത ആൾക്ക് പറ്റുന്നവർ സഹായിക്കണം. പുംസഃ കൃപയതോ ഭദ്രേ സർവാത്മാ പ്രീയതേ ഹരിഹി. അത് ചെയ്യുമ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുള്ളൂ. മാനവസേവ മാധവസേവ, മക്കൾ സേവൈ മഹേശൻ സേവൈ. അതുകൊണ്ട് ഈ വിഷം ഞാൻ കഴിച്ചോട്ടെ എന്ന് പാർവതിയോട് ചോദിച്ചപ്പോൾ ഭർത്താവ് വിഷം കഴിച്ചോട്ടെ ചോദിക്കുമ്പോൾ ഭാര്യ എന്ത് പറയണം? വേണ്ട വേണ്ട പറയണ്ടേ? ഇവിടെ പാർവതി പറഞ്ഞു, നന്നായിട്ട് കുടിച്ചോളൂ പറഞ്ഞു. പ്രഭാവജ്ഞ, എന്താ കാരണം? പ്രഭാവജ്ഞ, മഹാദേവൻ്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ടാണ് കുടിച്ചോളൂ പറഞ്ഞു. പിന്നെ മഹാദേവൻ്റെ പ്രഭാവം മാത്രമല്ലേ, തൻ്റെ പ്രഭാവം മനസ്സിലാക്കിയിട്ടാണ്. പാർവതി ദേവി ദീർഘസുമംഗളിയാണ്. അതുകൊണ്ട് പാർവതി ദേവി ദീർഘസുമംഗളിയായതുകൊണ്ട് മഹാദേവൻ വിഷം കഴിച്ചാലും കുഴപ്പം വരില്ല. ചില ഭർത്താക്കൾ ഒന്നും ചെയ്യാറില്ല, അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പോവില്ല. പക്ഷേ ഭാര്യമാർ ഓരോ അമ്പലം ഇങ്ങനെ ചുറ്റി നടക്കും. ഭാര്യമാർ ചെയ്യുന്ന പുണ്യം കൊണ്ട് ചില ഭർത്താക്കൾ രക്ഷപ്പെടുന്നത് പോലെയാണ് ഇവിടെ മഹാദേവൻ രക്ഷപ്പെട്ടതും പാർവതിദേവിയുടെ ഭാഗ്യം എന്നാണ് ശങ്കരാചാര്യൻ പറയുന്നു. കരാളം യക്ഷേളം കബളിതവതഃ കാലകലന ന ശംഭോസ്തന്മൂലം തവ ജനനി താടങ്ക മഹിമ. അങ്ങനെ പാർവതിദേവിയുടെ താടങ്ക മഹിമ, താടങ്കം വെച്ചാൽ ദേവിയുടെ തോടുണ്ടല്ലോ, അത് ശ്രീചക്രമാണ്. ആ ശ്രീചക്രം മഹാദേവൻ വിഷം കഴിച്ചപ്പോൾ ആ ശ്രീചക്രത്തിൽ നിന്നും ഒരു ഒരു ജ്യോതി ആ കഴുത്തിൽ തട്ടിയപ്പോൾ അവിടെ തന്നെ നിന്നു വിഷം. അതാണ് ഈ ശ്രീചക്രത്തിൻ്റെ മഹിമ. തിരുവാണിക്കോവിലിന് സ്ഥലമുണ്ട്. അവിടെ ശങ്കരാചാര്യ പരമ്പരയിൽ വന്നവർ ഓരോ പ്രാവശ്യവും ആ താടങ്ക പ്രതിഷ്ഠ നടത്തും. കാരണം ആദിശങ്കരൻ വന്നപ്പോൾ അഖിലാണ്ടേശ്വരി വളരെ ഉഗ്രസ്വരൂപിണിയായിരുന്നു. അപ്പോൾ ആ ഉഗ്രം ശമിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രീചക്ര യന്ത്രം കൊണ്ട് ഭഗവാൻ താടങ്ക പ്രതിഷ്ഠ ചെയ്തു. പിന്നെയും കോപം ശമിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ മുമ്പിൽ ഒരു മഹാഗണപതി പ്രതിഷ്ഠ നടത്തി. എന്തായാലും അമ്മയ്ക്ക് കുട്ടികളെ കാണുമ്പോൾ ദേഷ്യം വരാറില്ലല്ലോ, അങ്ങനെ മഹാഗണപതി പ്രതിഷ്ഠയും നടത്തി. ഇപ്പോഴും തിരുവാണിക്കോയിൽ പറയുന്ന ആ ശിവക്ഷേത്രത്തിൽ തിരുച്ചിയിൽ ചെന്നാൽ അവിടെ കാണാം താടങ്ക പ്രതിഷ്ഠയും അതേപോലെ മഹാഗണപതി പ്രതിഷ്ഠയും നമുക്ക് കാണാം. അങ്ങനെ വിഷം കഴിച്ചതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, വിഷത്തിൻ്റെ പേര് വിഷമില്ല, അടുത്തവർക്ക് സങ്കടം വരുത്തുന്ന കുത്തുവാക്കുകളാണ് വിഷം. അങ്ങനെയുള്ള കുത്തുവാക്കുകൾ പുറത്ത് പറയണ്ട, കഴുത്തിൽ തന്നെ സ്വന്തം കഴുത്തിൽ വെച്ചോളൂ. നല്ല വാക്ക് മാത്രമേ പുറത്ത് പറയാവൂ. അതാണ് പാലാഴിയിൽ നിന്നും ചന്ദ്രനും വന്നു വിഷമും വന്നു. ചന്ദ്രനെ തൊണ്ടയിൽ വെച്ചു, കഴുത്തിൽ വെച്ചു. വിഷം കഴുത്തിൽ വെച്ചു, ചന്ദ്രനെ ശിരസിൽ വെച്ചു.
എന്താ കാരണം ചന്ദ്രനെ പോലെ കുളിർമയാണ് നല്ല വാക്ക്, അമൃതം പോലെ വാക്കുകൾ പുറത്ത് പറയണം, വിഷം പോലെ വാക്കുകൾ പുറത്ത് പറയേണ്ടാം എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു. വീണ്ടും പാലാഴി മഥനം തുടങ്ങുന്ന സമയത്താണ് 8ാമത്തെ സ്കന്ധം 8ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ വസ്തുവായി മഹാലക്ഷ്മി ഇവിടെ വരുന്നു. എന്താ കാരണം മഹാലക്ഷ്മി ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മഹാലക്ഷ്മി മാത്രമില്ലേ, തതശ്ചാവിരഭൂത് സാക്ഷാത് ശ്രീരമാ ഭഗവത്പര രഞ്ജയന്തി ദിശക്കാന്ത്യ വിദ്യുത് സൗദാമണീയഥാ. നമുക്ക് എണ്ണം പിടിച്ച് നോക്കുമ്പോൾ 7ാമത്തെ വസ്തുവായിട്ടേ തോന്നുള്ളൂ. പക്ഷേ മഹാലക്ഷ്മി വരും മുമ്പ് മഹാലക്ഷ്മിയുടെ ഏഴത്തി അമ്മയും വന്നു. ആരാണ്? ജ്യേഷ്ഠാ ഭഗവതി, ജ്യേഷ്ഠാദേവി വന്നു. മഹാലക്ഷ്മി കല്യാണം തുടങ്ങുമ്പോൾ ജ്യേഷ്ഠാ ഭഗവതി പറഞ്ഞു, എൻ്റെ ചേച്ചിക്ക് കല്യാണം ഇല്ലാതെ പിന്നെ അനിയത്തിക്ക് എങ്ങനെ കല്യാണം നടത്താം, ആദ്യം എൻ്റെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഈ ജ്യേഷ്ഠാ ഭഗവതി മൂദേവി പറയും, മൂശേട്ടൻ. ഈ ജ്യേഷ്ഠാ ഭഗവതിയെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാണോ ചോദിച്ചപ്പോൾ ഓരോ ആളും തയ്യാറായി വന്നില്ല. അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു, ജ്യേഷ്ഠാ ഭഗവതി വിഷ്ണുവോട് നിങ്ങൾ തന്നെ എന്നെ വിവാഹം കഴിച്ചോളൂ, ഞാൻ നല്ല ഭംഗിയുള്ള ആളല്ലേ. അപ്പോൾ മഹാവിഷ്ണു ഒരു സൂത്രം ചെയ്തു, ഒന്നും നടക്കാൻ പറഞ്ഞു. മഹാലക്ഷ്മിയും ഈ മൂശെട്ടിയും മൂദേവിയും ശ്രീദേവി മൂദേവി രണ്ടും നടക്കുമ്പോൾ മഹാവിഷ്ണു നോക്കി പറഞ്ഞു, കുഴപ്പമില്ല, രണ്ടുപേരും നല്ല സൗന്ദര്യം തന്നെയാണ്. മഹാലക്ഷ്മി വരുമ്പോൾ നല്ല സൗന്ദര്യം, ഈ മൂദേവി അങ്ങോട്ട് പോകുമ്പോൾ നല്ല സൗന്ദര്യമുണ്ട് എന്നെ പറഞ്ഞ് രക്ഷപ്പെട്ടു. എന്നാൽ അയാളെ പിന്നെ ഉദ്ദാലകൻ പേരുള്ള ഒരു മഹർഷി വന്നു. അദ്ദേഹം ഞാൻ വിവാഹം കഴിച്ചോളാൻ പറഞ്ഞു. ആ ജ്യേഷ്ഠയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ അദ്ദേഹം ആശ്രമത്തിൽ ചെന്ന് വേദമന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ കരയാൻ തുടങ്ങി. എനിക്ക് ഈ വേദശബ്ദം ഇഷ്ടമില്ല, പിന്നെ ഈ മണി ശബ്ദം, ഈ വിളക്ക് കൊളുത്തുന്നതും ഇതൊക്കെ എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ചോദിച്ചു, എവിടെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്, എവിടെയാണ് കുപ്പകൾ നിറച്ച് വെച്ചിട്ടുണ്ടോ, ഏത് വീട്ടിലാണ് ഈ മണി വിളക്ക് ഇങ്ങനെ പൂജ ഭാഗവതം മുതലായ നല്ല ഗ്രന്ഥങ്ങൾ ഇല്ലാതെ വീട്, പിന്നെ ഭാര്യാഭർത്തങ്ങൾ എപ്പോഴും ശണ്ടയിടുന്ന വഴക്ക് കൂടുന്ന സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലമാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്നോളൂ, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒരു ആൾത്തറയുടെ മുകളിൽ അറയാളുടെ തലയിൽ ഇരുത്തിയിട്ട് ഇപ്പോൾ വരാൻ പോയി അദ്ദേഹം. പിന്നെ ഇതുവരെ വന്നിട്ടില്ലേ, അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. പിന്നെ മഹാലക്ഷ്മി വിവാഹം തുടങ്ങിയപ്പോൾ വീണ്ടും മൂശിട്ട കരയാൻ തുടങ്ങി, എന്നെ ഇങ്ങനെ വിട്ടുപോയല്ലോ. അപ്പോൾ മഹാവിഷ്ണു വന്നു. ഈ മഹാവിഷ്ണു വന്ന ദിവസം ശനിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം ഈ ആൾത്തറ തൊട്ട് നമസ്കരിക്കുന്നവർക്ക് പുണ്യം മുഴുവനും കിട്ടട്ടെ. ശനിയാഴ്ച കൂടാതെ ബാക്കി ആഴ്ചയിൽ ഈ ആൾത്തറ തൊടുന്നവർക്ക് അവരുടെ പുണ്യം ഇങ്ങോട്ട് നീ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് മഹാവിഷ്ണു അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് ശനിയാഴ്ച മാത്രം നമുക്ക് ആൾത്തറയെ തൊട്ട് നമസ്കരിച്ച് എല്ലാം ചെയ്യാം. ബാക്കി ദിവസങ്ങളിൽ പ്രദക്ഷിണം മാത്രമേ ചെയ്യാവൂ. സമുദ്രാസ്വത്ഥൗ നസ്പൃഷ്ടവ്യൗ കദാചന അശ്വത്ഥം മന്ദവാരേതു സമുദ്രം പർവണി സ്പൃശേത്. സമുദ്രത്തിനും കടൽ വെള്ളമും അതേപോലെ അശ്വത്ഥ വൃക്ഷവും തൊടാൻ പാടില്ല. തൊടണമെങ്കിൽ അശ്വത്ഥം മന്ദവാരേതു. മന്ദൻ പറഞ്ഞാൽ ശനിയാഴ്ച ആൾത്തറയും അതേപോലെ പർവ്വകാലത്തിൽ വാവ് ദിവസം, കറുത്ത വാവ് വെളുത്ത വാവ് ദിവസങ്ങളിൽ മാത്രമേ സമുദ്രത്തിൽ കുളിക്കാവൂ എന്നാണ് ധർമ്മശാസ്ത്രം. പിന്നെ മഹാലക്ഷ്മി ഒരു വർണ്ണമാല്യം എടുത്ത് വരുന്നു. മഹാലക്ഷ്മി വർണ്ണമാല്യം എടുത്ത് വന്നപ്പോൾ എല്ലാ ദേവന്മാരും കഴുത്ത് നീട്ടി എന്നെ സ്വീകരിക്കണേന്ന്. കാരണം മഹാലക്ഷ്മിയെ വിവാഹം കഴിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒന്നും പിന്നെ പണം ഉണ്ടാക്കാൻ അവളുടെ ഓടി ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് ഇങ്ങനെ നോക്കിയാൽ മതി, പണം കിട്ടിക്കോളും. എല്ലാ ദേവന്മാരും നോക്കുമ്പോൾ മഹാലക്ഷ്മി നോക്കി. എല്ലാ ദേവന്മാരിലും ഓരോരോ ദോഷമുണ്ടായിരുന്നു. അവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നു, അങ്ങനെ എല്ലാവർക്കും ദോഷമുണ്ടായിരുന്നു. ഗുണം കൂടുതലുള്ള ആളായിരുന്നു ഭഗവാൻ. കുറയൊന്നുമില്ലാതെ ഗോവിന്ദ. എല്ലാ ദേവന്മാരുടെയും ഒരു കുറവുണ്ടായിരുന്നു. മഹാദേവനക്ക് കുറേ ഒന്നുമില്ല, പക്ഷേ വേഷം ശരിയായിട്ടില്ല. കല്യാണത്തിന് വരുമ്പോൾ നല്ല പട്ട് വസ്ത്രം ധരിച്ച് വരേണ്ടേ. അദ്ദേഹം ആണത്തോളും പുളിത്തോളും പിന്നെ പാമ്പും ചുടലഭസ്മവും ഇതൊക്കെ ധരിച്ച് വന്നിരിക്കുന്നു. മഹാദേവൻ എല്ലാം പാമ്പാണ് യൂസ് ചെയ്യുള്ളൂ. വാച്ചിന് പകരം ഒരു പാമ്പ്, മോതിരത്തിന് ഒരു പാമ്പ്,
ചെയിന് പകരം ഒരു പാമ്പ്, പിന്നെ ബെൽറ്റിന് പകരം ഒരു പാമ്പ്, പിന്നെ കുടുംബ കെട്ടാൻ പോലും റബ്ബർ ബാൻഡിൽ അവിടെ ഒരു പാമ്പ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നു. ഈ മഹാദേവനെ വിവാഹം കഴിച്ചാൽ ഒരു കുട്ടി പാമ്പ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ താളി കോർത്ത് ഇങ്ങനെ കഴുത്തിൽ കെട്ടിയിടും. അത് വേണ്ട വിചാരിച്ച് അങ്ങനെ മഹാദേവനെയും ഉപേക്ഷിച്ച് മഹാവിഷ്ണുവിടെ മാറിടത്ത് മാല ചാർത്തി മഹാലക്ഷ്മി തസ്യാ ശ്രിയസ്ത്രിജഗതോ ജനകോ ജനന്യാഹ വക്ഷോ നിവാസമകരോത്പരമം വിഭൂതേഹി ശ്രീസ്വാപ്രജാസ്സ കരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈധയത്തെ സാധിപതീന് ത്രിലോകാണ്. അങ്ങനെ മഹാലക്ഷ്മി മഹാവിഷ്ണുയുടെ മാറിടത്ത് മാല ചാർത്തിയപ്പോൾ ഭഗവാൻ തൻ്റെ മാറിടത്ത് സ്ഥാനം കൊടുത്തു. എന്താ കാരണം? മഹാലക്ഷ്മി കരുണാസ്വരൂപിണിയാണ്. എല്ലാവർക്കും കരുണ കിട്ടിക്കോട്ടെ, മഹാലക്ഷ്മി കരുണ. പിന്നെ എല്ലാവർക്കും ലക്ഷ്മി കടാക്ഷം കിട്ടിക്കോട്ടെ. മോളിൽ നിന്നാലേ എല്ലാം നോക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു. മാത്രമില്ല, മഹാലക്ഷ്മി സ്വരൂപമായ പൈസ നമ്മൾ ഷർട്ട് പാക്കറ്റിൽ വയ്ക്കണം, അതുകൂടി കാണിച്ചു തരണം. ഇപ്പോൾ ഇവിടെ ഒരാൾ നോക്കില്ല, പൃഷ്ഠത്തിലാണ് കൊണ്ടുവയ്ക്കും. പാൻറ്റ് പാക്കറ്റിൽ വെച്ചാൽ പിന്നെ ഇത് മൂശേട്ടയുടെ സ്ഥാനമാണ്, ആരെങ്കിലും തട്ടി പറിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ പുറകിൽ വയ്ക്കരുത്, മുമ്പിൽ വെച്ച് സൂക്ഷിക്കണം എന്നുകൂടി ഭഗവാൻ കാണിച്ചു തരുന്നു. വീണ്ടും പാലാഴിവധനം ചെയ്യുമ്പോൾ ധന്വന്തരി രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരി രുത്ഥിതോംബുരാശേഹേ അമൃതം കളശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹര മാരുതാലയേശ. ഒരു കയ്യിൽ വേറെ കയ്യിൽ ആയുർവേദം, പിന്നെ 2 കൈകളിൽ അമൃത കളശവുമായി നെല്ലുവായി ധന്വന്തരി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർക്ക് സ്തുതിക്കാൻ തുടങ്ങി കണ്ണടച്ച്. ദേവന്മാർക്ക് കണ്ണടച്ച് സ്തുതിക്കുന്ന സമയത്ത് അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു ധന്വന്തരേ ഹരി വാസുദേവാഖിലാനസ്യ രോഗാൻ നാശയ. അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ ശാശ്വത മച്ചേതോ രമതാം നിത്യം തച്ചാരു ചരണാംബുജേ. ദേവന്മാർ സ്തുതിക്കുന്ന സമയത്ത് അസുരന്മാർ ഭഗവാന്റെ കയ്യിൽ നിന്നും അമൃത കളസം തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ദേവന്മാർ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അമൃതവും ഇല്ല, അസുരന്മാരും ഇല്ല, ഭഗവാനും ഇല്ല. വീണ്ടും ഭഗവാനെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ തിരിച്ച് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അസുരന്മാരുടെ ഇടയിൽ ഒരു മോഹിനി രൂപം സ്വീകരിച്ച് ചെന്നു. ഈ മോഹിനിയെ കണ്ടപ്പോൾ അസുരന്മാർക്ക് മയങ്ങി ചോദിച്ചു, കുട്ടി നീ ആരാണ്? കാത്വം എവിടത്തെ കുട്ടിയാണ്? നിൻ്റെ സ്ഥലം എവിടെയാണ്? നിൻ്റെ പേര് എന്താണ്? നിൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ കൊണ്ട് തരാമോ? എന്നൊക്കെ അസുരന്മാർക്ക് ചോദിക്കുമ്പോൾ ഭഗവാൻ ഒന്ന് പുൻസിരിച്ചിങ്ങനെ നടന്നു. എൻ്റെ പേര് ശ്രീസഖി എന്നാണ് പേര്. താം ശ്രീസഖീം കണക കുണ്ടലചാരുകർണ്ണ. എൻ്റെ തോഴിയുടെ പേരാണ് ലക്ഷ്മി. ഈ ഡ്രസ്സ് മുഴുവൻ എൻ്റെ തോഴിയുടെ ഡ്രസ്സാണ് എന്നൊക്കെ ഭഗവാൻ സത്യം പറയുന്നു. എൻ്റെ പേര് പരദേവത എന്നാണ് പേര്. അപ്പോൾ അസുരന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് അമൃതം വിളമ്പി തരാവോ? ഭഗവാൻ പറഞ്ഞു, മോഹിനി പറഞ്ഞു, ഞാൻ വേണ്ടപ്പെട്ട ആൾക്ക് കൂടുതൽ കൊടുക്കും, പിന്നെ ചില ആൾക്ക് ഒന്നും കൊടുക്കില്ലേ, സമ്മതമാണോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നീ എന്ത് ചെയ്താലും സമ്മതമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ സത്യം പറഞ്ഞിട്ടാണ് അത് സ്വീകരിച്ചു. പിന്നെ ഒരു വരി ദേവന്മാരെയും ഒരു വരി അസുരന്മാരെയും എടുത്ത്. കാരണം ഒരാൾ നോക്കിയിരിക്കുമ്പോൾ സ്വന്തം ഒറ്റയ്ക്ക് കഴിച്ചാൽ അതുകൊണ്ട് വയറുവേദന ഉണ്ടാവും. അതുകൊണ്ട് മധുരമായ ഭക്ഷണ സാധനം ഒറ്റയ്ക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഈ അമൃതം കഞ്ചി പോലെ ഉള്ള സാധനമാണ്. മുകളിൽ വെള്ളം കൂടുതൽ താഴെ കെട്ടിയായിട്ടിരിക്കുന്നതിന്. അപ്പോൾ മുകളിൽ വെള്ളമുള്ള സാധനം, വെള്ളമായിട്ടുള്ള സാധനം ആദ്യം ദേവന്മാർക്ക് വിളമ്പി കൊടുക്കാം, അത് അടിയിൽ കട്ടിയായിട്ടുള്ളത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ആദ്യം ദേവന്മാർക്ക് വിളമ്പാൻ തുടങ്ങി. അസുരന്മാരിങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ അസുരന്മാരെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്തു, അസുരന്മാരുടെ അടുത്ത് പോകുന്നു. അവരുടെ ചാരി തുമ്പൊക്കെ അവരുടെ മുകളിൽ പടുന്ന രീതിയിൽ ഭാഗ്യം പറഞ്ഞ് അവർ അവിടെ ഇരിക്കുന്നു. അങ്ങനെ അസുരന്മാരുടെ അടുത്ത് പോകുന്നു. പക്ഷേ അമൃതം ദേവന്മാർക്ക് വിളമ്പി കൊടുക്കുന്നു. ഇത് നോക്കി ഒരു അസുരൻ, സ്വർഭാണു എന്ന പേരുള്ള അസുരൻ, ഇവിടെ എന്തായാലും ഒന്നും കിട്ടില്ലേ, കാരണം 33 കോടി ദേവന്മാരാണ്, എല്ലാവർക്കും വിളമ്പിട്ട് ബാക്കി ഈ ചെറിയ പാത്രത്തിൽ ഉണ്ടാവുമോ സംശയം. അപ്പോൾ എന്ത് ചെയ്തു, അയാൾ സ്വന്തം തട്ടം പിടിച്ച് എന്ത് ചെയ്തു, ദേവന്മാരുടെ ഇടയിൽ കുത്തിക്കയറി. ക്യൂവിൽ ചെന്നാൽ അത് ദേവസ്വഭാവമാണ്, ക്യൂവിൽ ചെല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തിക്കയറിയാൽ അത് അസുര സ്വഭാവമാണ്. ഉച്ചയ്ക്ക് നിർത്തുമ്പോൾ മനസ്സിലാവും അവരുടെ സ്വഭാവം. അപ്പോൾ ചില നല്ല ആൾക്കാർ
കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരവ് പറയും. ചില ആളുകൾ അടുത്ത ആരെങ്കിലും കൊടുക്കുന്ന സ്ഥലം കൊടുക്കാറില്ലേ. അങ്ങനെ ഇവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ കുത്തി കയറിയിരുന്നു. ഇതുപോലെ ഭഗവാൻ അമൃതം വിളമ്പി കൊടുത്തു. ഭഗവാൻ വിളമ്പിയ ഉടനെ തന്നെ ഒന്ന് പ്രാർത്ഥന ചൊല്ലേണ്ടേ, അന്നപൂർണേ സദാപൂർണേ എന്ന് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യത്വം ഭിക്ഷാം ദേഹി ച പാർവതി. ഇങ്ങനെ ഭക്ഷണം കഴിക്കും മുമ്പ് ചില ശ്ലോകങ്ങൾ ചൊല്ലണം. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാണസമായുക്ത പചാമ്യന്നം ചതുർവിധം ബ്രഹ്മാത്മണം ബ്രഹ്മഹവിഹി ബ്രഹ്മാത്മ. ഇങ്ങനെ ചൊല്ലുമ്പോൾ എല്ലാം ദേവന്മാർ കണ്ണടച്ച് ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് ഈ അങ്ങനെ ചില ആളുകൾ അങ്ങനെയാണ്, വിളമ്പിയാൽ അപ്പോൾ തന്നെ ഗ്ലും വിഴുങ്ങും, പിന്നെ വീണ്ടും വന്നാൽ പുതിയ ഇല പോലെ തോന്നിപ്പോകും. അങ്ങനെ കഴിക്കാൻ പാടില്ല. അങ്ങനെ എടുത്ത് കഴിച്ചു. അപ്പോൾ മനസ്സിലായി ഇയാൾ അസുരനാണെന്ന്. അപ്പോൾ ഭഗവാൻ ചക്രം കൊണ്ട് കഴുത്ത് മുറിച്ചപ്പോൾ രാഹു തലയും ജീവിച്ചിരിപ്പുണ്ട്, ഉടലും ശരീരം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു പാമ്പിൻ്റെ തലയും പാമ്പിൻ്റെ വാളും ഒട്ടിപ്പിടിപ്പിച്ചു, രാഹു കേതുവാക്കി. പിന്നെ അവൻ്റെ കഴുത്തിൽ നിന്നും കുറച്ച് അമൃതം താഴെ വീണു. പ്യൂർ അമൃതം വീണ സ്ഥലത്താണ് വെളുത്ത ഉള്ളിയും, രക്തത്തോട് അമൃതം വീണ സ്ഥലത്താണ് ചവന്ത ഉള്ളിയും ഉണ്ടായി. അതുകൊണ്ടാണ് വൈദ്യന്മാർ പറയുന്നു ഉള്ളി കഴിച്ചാൽ നല്ലതാണ്. പക്ഷേ ഋഷികൾ അത് കഴിക്കാൻ പാടില്ല പറയുന്നു. കാരണം അമൃതം വീണ സ്ഥലത്തിൽ ഉണ്ടായാലും അസുരൻ്റെ കഴുത്തിൽ നിന്നും വീണ സ്ഥലത്തിലാണ് അതൊക്കെ ഉണ്ടായത്. അത് കഴിച്ചാൽ എന്താവും, കൂടുതൽ കാമകോപം വർദ്ധിക്കും. അതുകൊണ്ട് മനസ്സ് നിയന്ത്രണം വേണ്ടവർ ഈ ഇങ്ങനെയുള്ള സാധനം കഴിക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചു. പിന്നെ വീണ്ടും ദേവാസുര യുദ്ധം തുടങ്ങിയപ്പോൾ നാരദനെ പറഞ്ഞു വിട്ടു ബ്രഹ്മാവ്. നാരദൻ ദേവന്മാരെയും അസുരന്മാരെയും സമാധാനം ചെയ്തു. പിന്നെ കൈലാസത്തിൽ ചെന്ന് മഹാദേവനോട് പറഞ്ഞു. മഹാദേവനോട് മോഹിനി അവതാരത്തിൻ്റെ പെരുമ പറഞ്ഞപ്പോൾ, മോഹിനിയുടെ ആ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ മഹാദേവനക്ക് മോഹിനിയെ കാണണം ആഗ്രഹം തോന്നി. സാധാരണ മഹാദേവൻ വേഷമൊന്നും കെട്ടാറില്ല. ഇന്ന് പാർവതി ഡ്രസ്സ് മുറിയിൽ കയറി കുറച്ച് വെളിച്ചെണ്ണമൊക്കെ തലയിൽ തേച്ച് സീപ്പെടുത്ത് നന്നായിട്ട് തല കൊണ്ട് നേരാക്കി കുറച്ച് പൗഡറൊക്കെ അടിച്ചു, സെൻറ്റൊക്കെ അടിച്ചിട്ട് മഹാദേവൻ പുറപ്പെട്ടു. മഹാദേവൻ പുറപ്പെടുമ്പോൾ പാർവതി ചോദിക്കുന്നു, എവിടേക്കാണ്? മോഹിനിയെ കാണാൻ പോകുന്നു. ആരാണ് മോഹിനി? അപ്പോൾ അത് നിൻ്റെ ഏട്ടൻ മഹാവിഷ്ണു സ്ത്രീവേഷം കെട്ടിയ രൂപമാണ് മോഹിനി അവതാരം. അപ്പോൾ പാർവതി പറഞ്ഞു, എൻ്റെ ഏട്ടൻ സ്ത്രീവേഷം കെട്ടിയാൽ ഛായ എന്നെ പോലെ തന്നെ ആയിരിക്കും, ഞാനും വരാം. പാർവതിയും പുറപ്പെട്ടു. പാർവതിയും മഹാദേവനും പുറപ്പെടുമ്പോൾ ഉണ്ണി ഗണപതിയും ഉണ്ണി മുരുകനും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ വീട് നോക്കിയിരുന്നോളൂ, ഞങ്ങൾ മോഹിനി കണ്ടിട്ട് വരാം. അപ്പോൾ ഉണ്ണി ഗണപതി പറഞ്ഞു, അച്ഛാ ഞാനും വരട്ടെ മോഹിനിയെ കാണാൻ പറഞ്ഞു, വന്നോളൂ. പിന്നെ മുരുകൻ ഞാൻ വന്നോട്ടെ, കുഴപ്പമില്ല വരൂ. പിന്നെ കൈലാസത്തിലിരിക്കുന്ന ഭൂതഗണങ്ങൾ ഞങ്ങൾ വന്നോട്ടെ, നിങ്ങളെ കണ്ടാൽ മോഹിനി പേടിക്കും, കുഴപ്പമില്ല വന്നോളൂ പറഞ്ഞു. അവസാനം എന്താ, ഈ കൈലാസം മൊത്തം പൂട്ടിയിട്ട് കുടുംബസമേതം പുറപ്പെട്ടു വന്നു. എന്താ താത്പര്യം? കുടുംബത്തിൽ ഒരു ഭാഗവതർ, ഒരു നല്ല ഭക്തൻ ഉണ്ടെങ്കിൽ അവൻ മൂലം കുടുംബത്തിലിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ദർശനം കിട്ടും. അതാണ് കുടുംബസമേതം മഹാദേവൻ പുറപ്പെട്ട് പാലാഴിയിൽ എത്തി മഹാവിഷ്ണുവോട് പ്രാർത്ഥിച്ചു, മോഹിനി അവതാരം കാണിച്ചു തരണേ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഭഗവാൻ പോയി. അപ്പോൾ അവിടെ തോട്ടത്തിൽ ഇങ്ങനെ ചുറ്റി നടന്നു മഹാദേവൻ. അങ്ങനെ തോട്ടത്തിൽ ചുറ്റി നടക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി പന്ത് കളിച്ചു കൊണ്ടിരിക്കുന്നു. ആ പന്ത് മഹാദേവൻ്റെ അടുത്ത് വന്ന് വീണു. ഉടനെ മഹാദേവൻ എടുത്ത് കൊടുക്കാൻ പോയപ്പോൾ ആ പെൺകുട്ടി ഓടാൻ തുടങ്ങി. പുറകിൽ മഹാദേവനും ഓടി ആ പെൺകുട്ടിയെ പിടിച്ച് നിർത്തി നോക്കുമ്പോഴാണ്, പെൺകുട്ടിയില്ലേ മഹാവിഷ്ണുവാണ്, നിങ്ങളാണോ? ഇതുപോലെയാണ് അന്ന് അസുരന്മാരെ മോഹിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ സമയത്താണ് മഹാദേവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ജ്യോതിയും മോഹിനി രൂപിയായ മഹാവിഷ്ണു ശരീരത്തിൽ നിന്നും ഒരു ജ്യോതി, രണ്ടു ജ്യോതിയും ഒന്നിച്ച് ചേർന്ന് ജ്യോതിസ്വരൂപനായ ധർമ്മശാസ്താവിൻ്റെ അവതാരം ഉണ്ടായി എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. ആ ധർമ്മശാസ്താവാണ് വീണ്ടും കേരളത്തിൻ്റെ ഭാഗ്യത്തിനായി പന്തള ദേശത്തിൽ മറുപടിയും അയ്യപ്പനായി അവതാരം ചെയ്തു എന്നാണ് പറയുന്നു. പിന്നെ ഇത് ഒരു കഥയായിട്ട് പറഞ്ഞാലും ഇത് ഒരു യോഗ രഹസ്യം എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. പാലാഴി പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. പാലാഴിയിലിരിക്കുന്ന നെട്ടല് പറയുന്നത് നമ്മുടെ നെട്ടലിലാണ് ആ മന്ത്രപർവ്വതം. ആ മന്ത്രപർവ്വതത്തിൽ ചുറ്റിരിക്കുന്ന വാസുകി പാമ്പാണ് നമ്മുടെ നട്ടിൻ്റെ ഉള്ളിൽ സുഷുമ്ന എന്ന പേരുള്ള നാഡി ഉണ്ടാവുന്നു.
നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ 6 ചക്രം ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ഇങ്ങനെ 6 ചക്രം. ഉടനെ വൈദ്യൻ്റെ അടുത്ത് സ്കാൻ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റില്ല. ധ്യാനം ചെയ്യുന്നവർക്കേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ആദ്യം നമ്മൾ യോഗം പഠിക്കുമ്പോൾ ഒരു ഗുരുനാഥനെ വെച്ചിട്ട് വേണം. ഗുരുനാഥനില്ലാതെ നമ്മളായിട്ട് യോഗം ചെയ്യാൻ തുടങ്ങിയാൽ അത് യോഗം രോഗമായി തീരും. അതാണ് ആദ്യം വിഷം വന്നു പറയാൻ കാരണം. അപ്പോൾ ദക്ഷിണാമൂർത്തിയായി ഭഗവാൻ ആ വിഷം കഴിച്ചു. വീണ്ടും യോഗം ചെയ്യുന്ന സമയത്ത് ചില സിദ്ധികൾ നമുക്ക് ഉണ്ടാവും. അതാണ് സൂക്ഷ്മദൃഷ്ടി. ആണയെപ്പോലെ സൂക്ഷ്മദൃഷ്ടി, ഉച്ചൈസ്രവാഹ, ഉച്ചൈസ്രവ നല്ല പുകഴ്, ഇങ്ങനെ ചില സിദ്ധികളൊക്കെ 8 സിദ്ധികൾ. അതാണ് ഇവിടെ അഷ്ടമംഗള ദ്രവ്യം വന്നായി പറയുന്നത്. അഷ്ടസിദ്ധികൾ ഉണ്ടാവും. ആ സിദ്ധിയിൽ മയങ്ങാൻ പാടില്ല. യോഗത്തിൻ്റെ ലക്ഷ്യം ആ ഭഗവാനെ പ്രാപിക്കലാണ്. പക്ഷേ ദേവന്മാരും അസുരന്മാരും സിദ്ധിയിൽ മയങ്ങിപ്പോയി. ശരിക്കും യോഗത്തിൻ്റെ പരമലക്ഷ്യമായ ഭഗവാനെ പ്രാപിച്ചത് മഹാദേവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാലാഴി മഥനം ഇവിടെ സമർപ്പിക്കുന്നു. ആ മോഹിനി ഭഗവാന്റെ ക്ഷേത്രം നമുക്ക് ഗുരുവായൂരിലാണ്. ഹരികന്യകാ ക്ഷേത്രം ഗുരുവായൂരിൻ്റെ തൊട്ടടുത്ത് കൂണമുച്ചി എന്ന സ്ഥലത്തിലാണ് ആ മോഹിനി ഭഗവാന്റെ അവതാര ക്ഷേത്രമുണ്ട്. നമുക്ക് അവിടെയും പോയി ആ മോഹിനിയോട് പ്രാർത്ഥിച്ചാൽ തമഹമുപസൃതാണാം കാമപൂരം നമോ നതോസ്മി. മോഹിനി സ്ത്രീ ആയല്ലേ, സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞേ നിൽക്കുള്ളൂ. സ്ത്രീകൾ നേരിട്ട് ഇങ്ങനെ നിൽക്കാറില്ല. ഇങ്ങനെ അതുപോലെ അവിടെ ഇരിക്കുന്ന ഒരു മാവും ഇങ്ങനെ കൂണമുച്ചി. അതുകൊണ്ടാണ് ആ കൂണമുച്ചി സ്ഥലത്തിൽ അവിടെ ഹരികന്യകാ ക്ഷേത്രം ആ മോഹിനി ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ മോഹിനി അവതാരം സമർപ്പിക്കുന്നു.